ഓട്ടംതുള്ളലിൽ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ 4 ലോക റെക്കോർഡുകളും കലാമണ്ഡലത്തിന്റെ നിരവധി അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിയ ഒരു കലാകാരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഓട്ടംതുള്ളലിന്റെ ആശാൻ കുറിച്യാനത്ത് ജയകുമാർ സാർ. ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്, ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ കൊല്ലത്തെ വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. എല്ലാ വർഷത്തെയും എന്നതുപോലെ തന്നെ ഈ വർഷവും എൻ്റെ മകന് പങ്കെടുക്കുന്നുണ്ട്. നാളെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്വാമിനാഥ് ആണ് പങ്കെടുക്കുന്നത്. മൊത്തം എനിക്ക് 8 കുട്ടികളാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണ ഒരു 6-7 കുട്ടികൾ എൻ്റെ പങ്കെടുക്കാറുണ്ട്. ഈ വർഷം 8 കുട്ടികളുണ്ട്. നല്ല വിശേഷങ്ങളാണ് ഉള്ളത്. മൂത്ത മകൻ ശബരിനാഥ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞു. ഇപ്പം ബിടെക്കിന് ചേർന്നു. ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്നും മൂത്തയാൾ മാറിയപ്പോൾ അനുജൻ രണ്ടാമത്തെ മകൻ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ നാളെ മത്സരിക്കുന്നുണ്ട്. ഈ കുട്ടി ഭരണങ്ങാനം SH ഗേൾസ് ഹൈസ്കൂളിലെ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ പങ്കെടുക്കുന്നത്. ആൾ 2 വർഷമായി പഠിക്കുന്നുവെങ്കിലും ഈ വർഷമാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. നയന എന്നാണ് പേര്. റെക്കോർഡ് എങ്ങനെയായിരുന്നു? എങ്ങനെ റെക്കോർഡ്? തുടർച്ചയായി 26 മണിക്കൂർ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, കൂടാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, പിന്നെ അവാർഡുകൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്. അച്ഛൻ തുള്ളൽ കലാകാരനായിരുന്നു. അച്ഛൻ്റെ ഏതാണ്ട് ഒരു 1.5 വർഷമായി അച്ഛൻ മരണമടഞ്ഞിട്ട്. അച്ഛൻ തുള്ളൽ ആചാര്യനായിരുന്നു. കലാമണ്ഡലത്തിലെ ആദ്യ ബാച്ചിൽപ്പെട്ടതാണ്, തുള്ളൽ വിഭാഗത്തിലെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ടതാണ് അച്ഛൻ. അച്ഛൻ്റെ ആ ഓർമ്മകൾ കലോത്സവ വേദിയിൽ എത്തുമ്പോൾ ഇപ്പോഴും എന്നെ വല്ലാതെ. അച്ഛനിലൂടെയാണോ ഈ ഒരു ഓട്ടംതുള്ളലിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും പൈതൃകമായിട്ട് കിട്ടിയതാണ്. അച്ഛൻ്റെ അമ്മാവനാണ് അച്ഛനെ പഠിപ്പിച്ചത്. ആ കോഴിപ്പള്ളി കുട്ടപ്പൻ ആശാൻ എന്ന് പറയും. ആ ആശാൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. കുഞ്ഞുഞ്ഞ് ആശാൻ എന്ന് പറയും. ഇത് എൻ്റെ മക്കളിലേക്ക് വരുമ്പോൾ 5ാമത്തെ തലമുറയായി തുള്ളൽ കലാരംഗത്ത് മാത്രം. ആ പൈതൃകം നിലനിർത്തിക്കൊണ്ട് പോകും എന്നാണ്, മക്കളിൽ കൂടെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും എല്ലാ തവണയും സ്ഥിരമായി ഇവിടെ എത്താറുണ്ട്. ഇത്തവണയും എത്തിയിട്ടുണ്ട്. ഇത്തവണ മറ്റൊരു പ്രത്യേകത, മകൻ കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാമറാമാൻ പ്രദീപിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, തൃശ്ശൂർ.